ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്ത തയ്യാറാക്കാം. നമുക്ക് മക്രോണി നല്ലതായിട്ട് കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ട് ക്യാപ്സിക്കം, ക്യാരറ്റ് ഇത് നമുക്ക് അരിഞ്ഞെടുക്കുക. ഇതുപോലെ കുരുകുരായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. കണ്ടോ, ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് മക്രോണി നമുക്ക് വേവിച്ചെടുക്കുക. ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ 5 മിനിറ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മക്രോണി നമുക്ക് വേറെ പാത്രത്തിലോട്ട് നമുക്കിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബട്ടർ ഇട്ടിട്ട് ക്യാരറ്റും ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചതും ശകലം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് വഴറ്റിയെടുക്കുക. അടച്ച് വെച്ച് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് നമുക്കിത് മാറ്റി വെക്കാം, വഴന്ന് കിട്ടിയത്. അതിനുശേഷം നമുക്ക് ഇവിടെ വേണം ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ ഞാൻ കോക്കനട്ട് ഓയിലാണ് ചേർത്തേക്കുന്നത്. അതേ പാനിലോട്ട് തന്നെ കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് ഒരു 2 വലിയ സ്പൂണിന് മൈദ ചേർത്തിട്ടുണ്ട്. അതങ്ങോട്ട് മിക്സാക്കി എടുത്തിട്ട് ആവശ്യത്തിനുള്ള പാലൂടെ ചേർത്തിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കുക. ഇത് എന്തുമാത്രം ഗ്രേവി വേണോ അത്രയും ഗ്രേവിക്കുള്ള പാല് ചേർത്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന മക്രോണി അങ്ങോട്ടിടുക. അതിനുശേഷം വഴന്ന് വെച്ചേക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കവും കൂടെ ഇട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് വേണേൽ 1/2 ടീസ്പൂൺ കൂടെ ചേർക്കാൻ കൂടുതൽ. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. കണ്ടോ, നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ ഉപ്പ് തന്നെ കുറവുണ്ടെങ്കിൽ ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്തെടുക്കുക. നമുക്ക് നല്ലൊരു സാധാരണക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.